Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിരുനാൾ ഒരു ആശയം മാത്രമല്ല, ഒരു ബന്ധത്തിൻ്റെ തിരുനാളാണ്. ഇതൊരു ദൈവശാസ്ത്ര പാഠമല്ല, ഒരു സ്നേഹത്തിൻ്റെ രഹസ്യമാണ്. ഇത് നമുക്ക് വെറും പഠിക്കുവാനുള്ള സത്യമല്ല, ജീവിക്കുവാനുള്ള സത്യമാണ്. ഇന്ന് നാം ആഘോഷിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൻ്റെ തിരുനാൾ. നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും എവിടെ തുടങ്ങുന്നു? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ജനനത്തിൽ നിന്ന് മരണത്തോളം, സ്നാനത്തിൽ നിന്ന് കബറടക്കത്തോളം നമ്മുടെ ജീവിതം മുഴുവനും ത്രിത്വത്തിൻ്റെ നിഴലിലാണ് നടക്കുന്നത്. പക്ഷേ ഒരു ചോദ്യം: നാം ത്രിത്വത്തെ അറിയുന്നുണ്ടോ? അതോ വെറും സംസാരം മാത്രമേ ഉള്ളൂ? പരിശുദ്ധ ത്രിത്വം എന്നത് 3 ദൈവങ്ങളല്ല, ഒരു ദൈവം 3 വ്യക്തിത്വങ്ങളിൽ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. പക്ഷേ 3 ദൈവങ്ങളല്ല, ഏക ദൈവം. ഇത് മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായി അളക്കുവാൻ സാധിക്കാത്ത ഒരു രഹസ്യമാണ്. എന്നാൽ രഹസ്യം എന്നത് മനസ്സിലാക്കുവാൻ കഴിയാത്തതുമല്ല. സ്നേഹത്തോടെ സമീപിക്കേണ്ട ഒരു ആഴമാണിത്. സഭാപിതാക്കന്മാർ ത്രിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതാണ്: ദൈവം ഏകാന്തതയല്ല, ദൈവം ബന്ധമാണ്. വിശുദ്ധ അഗസ്തീൻ പറയുന്നത്, പിതാവ് സ്നേഹിക്കുന്നവൻ, പുത്രൻ സ്നേഹിക്കപ്പെടുന്നവൻ, പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആ ബന്ധമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്നേഹ സമൂഹമുണ്ട്. അവിടെ അസൂയയില്ല, അവിടെ അധികാരപ്പോരില്ല, അവിടെ ഞാൻ എന്ന സ്വാർത്ഥതയില്ല, അവിടെ പരസ്പരം കൊടുക്കുന്ന സ്നേഹം മാത്രം. ഇതാണ് ത്രിത്വത്തിൻ്റെ ഹൃദയം. നമ്മുടെ കുടുംബങ്ങളിൽ എന്തുകൊണ്ട് സമാധാനം നഷ്ടമാകുന്നു? എന്തുകൊണ്ട് ബന്ധങ്ങൾ തകരുന്നു? കാരണം നമ്മൾ ത്രിത്വത്തിൻ്റെ മാതൃകയെ മറക്കുന്നു. വീട്ടിൽ എല്ലാവർക്കും ശരിയാകണം, പക്ഷേ ആരും വഴങ്ങുവാൻ തയ്യാറല്ല. സമൂഹത്തിൽ എല്ലാവർക്കും ബഹുമാനം വേണം, പക്ഷേ മറ്റൊരാളെ മാനിക്കുവാൻ മടി. ത്രിത്വം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നായിരിക്കാം, ഒരുപോലെയാകാതെ. പിതാവ് പുത്രനല്ല, പുത്രൻ പരിശുദ്ധാത്മാവല്ല, എന്നാൽ അവർ വിഭജിക്കപ്പെട്ടവരല്ല. ഇതാണ് കുടുംബജീവിതത്തിൻ്റെ പാഠം. വ്യത്യാസങ്ങളുണ്ടായാലും സ്നേഹത്തിൽ ഒന്നാവുക. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ ഇസ്രായേൽ ജനത പറയുന്നു, കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. എത്ര മനോഹരമായ സമർപ്പണം! പക്ഷേ മനുഷ്യന്റെ ചരിത്രം നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. വാഗ്ദാനം ചെയ്യുവാൻ എളുപ്പമാണ്, അനുസരിക്കുവാൻ പ്രയാസമാണ്. ഇന്നത്തെ മനുഷ്യൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, പക്ഷേ പലപ്പോഴും അത് ദൈവത്തിൽ നിന്ന് അകന്ന സ്വാതന്ത്ര്യമാകുന്നു. ദൈവത്തിന് കീഴടങ്ങുക എന്നത് അടിമത്തമല്ല, അതൊരു സ്നേഹബന്ധമാണ്. യേശു പോലും പിതാവിനോട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഇതാണ് ത്രിത്വത്തിൻ്റെ ഭാഷ, അനുസരണത്തിൻ്റെ ഭാഷ. നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കണം, ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളുടെ ശബ്ദം മാത്രമാണോ കേൾക്കുന്നത്? കുട്ടികൾ മാതാപിതാക്കളെ കേൾക്കുവാൻ പഠിക്കണം. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം കേൾക്കണം. വിശ്വാസികൾ ദൈവവചനം കേൾക്കണം. അനുസരണം നഷ്ടപ്പെടുമ്പോൾ സമൂഹം തകരുന്നു. ഇന്നത്തെ 2ാമത്തെ വായനയിൽ ദൈവം എസെക്കിയേലിനോട് പറയുന്നു, അവർ കേട്ടാലും കേൾക്കാതിരുന്നാലും നീ പറയണം. ഇതാണ് ക്രൈസ്തവന്റെ വിളി. ഇന്നത്തെ ലോകത്തിൽ സത്യം പറയുവാൻ നമുക്ക് ഭയമുണ്ട്. വിശ്വാസം പ്രകടിപ്പിക്കുവാൻ പലർക്കും ലജ്ജയാണ്. പക്ഷേ ക്രൈസ്തവൻ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കേണ്ടവനല്ല, ത്രിത്വത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുന്നവനാണ്. കോളേജിൽ, ജോലി സ്ഥലത്ത്, സമൂഹത്തിൽ വിശ്വാസം മറയ്ക്കാതെ ജീവിക്കുവാനായി നമുക്ക് സാധിക്കണം. കുരിശുരൂപം ധരിച്ചിട്ടും ക്രിസ്തുവിനെക്കുറിച്ച് ലജ്ജിക്കുന്ന ഒരു ജീവിതമല്ല നമുക്ക് വേണ്ടത്. ദൈവത്തോടുള്ള ബന്ധം ഞായറാഴ്ചകളിൽ മാത്രം ഒതുങ്ങുന്ന ജീവിതവുമല്ല നമുക്ക് വേണ്ടത്. ത്രിത്വത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവൻ ലോകത്തിൻ്റെ വെളിച്ചമാകണം.
ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, എന്നെ ശക്തിപ്പെടുത്തിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ഒരു വലിയ ആത്മീയ സത്യം നമുക്ക് കാണാം. ഒരിക്കൽ സഭയെ ഉപദ്രവിച്ചിരുന്ന പൗലോസ് ക്രിസ്തുവിൻ്റെ കൃപയാൽ ഒരു അപ്പസ്തോലനായി മാറുന്നു. ഇതാണ് ത്രിത്വത്തിൻ്റെ പ്രവർത്തനം. പിതാവ് വിളിക്കുന്നു, പുത്രൻ രക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത് സത്യമാണ്. എത്ര തെറ്റുകൾ ചെയ്താലും എത്ര അകലെയായാലും ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ദൈവം എന്നെ സ്വീകരിക്കുമോ? പരിശുദ്ധ ത്രിത്വം പറയുന്നത്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. പിതാവ് ഇന്നും കാത്തിരിക്കുന്നു. പുത്രൻ ഇന്നും മുറിവുകൾ കാണിച്ചുകൊണ്ട് മധ്യസ്ഥത വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്നും ഉള്ളിൽ നമ്മോട് പറയുന്നു, തിരികെ വാ. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം നിരാശയുടെ ജീവിതമല്ല, അത് ദൈവകൃപയിൽ ജീവിക്കുന്ന ജീവിതമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ലാസറിന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ തോമാസ്ലീഹ പറയുന്നു, നമുക്കും അവനോടൊപ്പം മരിക്കുവാൻ പോകാം. എത്ര ശക്തമായ ഒരു വാക്ക്! യേശുവിനോടുള്ള കൂട്ടായ്മ എളുപ്പ സമയങ്ങളിൽ മാത്രമല്ല, പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും സമയങ്ങളിൽ കൂടെ ഉണ്ടാവുക എന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം. ത്രിത്വത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്നവൻ കുരിശിൽ നിന്ന് ഓടിപ്പോകുന്നില്ല. ഇന്ന് ലോകം പറയുന്നത് സുഖമുള്ള വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ്. പക്ഷേ യേശു പഠിപ്പിക്കുന്നു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. വിശ്വാസത്തിൻ്റെ വഴി ചിലപ്പോൾ നഷ്ടങ്ങളുടെ വഴിയാണ്. സത്യത്തിൻ്റെ വഴി ചിലപ്പോൾ ഏകാന്തതയുടെ വഴിയാണ്. നന്മയുടെ വഴി ചിലപ്പോൾ പരിഹാസത്തിൻ്റെ വഴിയാണ്. എങ്കിലും ക്രൈസ്തവൻ പറയുന്നു, കർത്താവേ, എവിടേക്കായാലും ഞാൻ നിന്നോടൊപ്പം വരും. ഇതാണ് ത്രിത്വത്തിൻ്റെ ധൈര്യം. ത്രിത്വത്തെക്കുറിച്ച് യേശു എന്താണ് പഠിപ്പിച്ചത്? യേശു പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാനും പിതാവും ഒന്നാണ്. അവൻ വീണ്ടും പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവൻ മറ്റൊരു സഹായകനെ അയക്കും, പരിശുദ്ധാത്മാവിനെ. ഇവിടെ നാം വ്യക്തമായി കാണുന്നു, പിതാവ് സൃഷ്ടാവും ഉറവിടവും, പുത്രൻ രക്ഷകനും വീണ്ടെടുപ്പുകാരനും, പരിശുദ്ധാത്മാവ് വഴികാട്ടിയും വിശുദ്ധീകരിക്കുന്നവനും. എന്നാൽ മൂന്ന് വേറിട്ട ശക്തികളല്ല, ഒരേ ദൈവത്തിൻ്റെ സ്നേഹപ്രവർത്തനം. യേശുവിൻ്റെ സ്നാന സമയത്ത് നാം ത്രിത്വത്തെ കാണുന്നു. പുത്രൻ യോർദാനിൽ നിൽക്കുന്നു, പിതാവിൻ്റെ ശബ്ദം ആകാശത്തിൽ മുഴങ്ങുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. ബൈബിളിൽ ത്രിത്വത്തിൻ്റെ മനോഹരമായ ചിത്രം. സഭാപിതാക്കന്മാർ ത്രിത്വത്തെക്കുറിച്ച് വലിയ ആഴത്തിൽ ചിന്തിച്ചു. വിശുദ്ധ പാട്രിക് ഒരിക്കൽ ഒരു ചെറിയ ഷാംറോക്കില, 3 ഇലകൾ ചേർന്ന ഒറ്റയില കാട്ടി പറഞ്ഞു, 3 ഇലകൾ ഒരു ചെടി, അതുപോലെ 3 വ്യക്തിത്വങ്ങൾ ഒരു ദൈവം. വിശുദ്ധ ഗ്രിഗറി പറഞ്ഞത്, ത്രിത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവത്തെ കാണുന്നു, ഏകദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ത്രിത്വത്തെ കാണുന്നു എന്നാണ്. ഇത് ബുദ്ധിയുടെ പരിധിക്ക് അപ്പുറമുള്ളതാണെങ്കിലും ഹൃദയത്തിൻ്റെ അനുഭവിക്കാവുന്ന ഒരു രഹസ്യമാണ്. ദൈവത്തെ നാം ഗണിതത്തിലൂടെ നമുക്ക് അളക്കാനാകില്ല, സ്നേഹത്തിലൂടെ അനുഭവിക്കുവാനായി സാധിക്കും. നമ്മോടുള്ള ചോദ്യം ഇതാണ്, ത്രിത്വവുമായി എങ്ങനെ ബന്ധത്തിൽ ജീവിക്കാം? ആദ്യം പ്രാർത്ഥനയിലൂടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സത്യമായ കുരിശു അടയാളം വരയ്ക്കുക. അതൊരു പതിവ് മാത്രമാക്കരുത്, ഒരു സമർപ്പണമാകണം. രണ്ടാമത് ദിവ്യബലിയിലൂടെ. വിശുദ്ധ കുർബാന ത്രിത്വത്തിൻ്റെ വിരുന്നാണ്. മൂന്നാമത് സ്നേഹത്തിലൂടെ. സ്നേഹമില്ലാതെ ത്രിത്വത്തെ അറിയുവാനാകില്ല. നാലാമത് ഒരുമയിലൂടെ. പകയും അസൂയയും നിറഞ്ഞ ഹൃദയത്തിൽ ത്രിത്വം വസിക്കുകയില്ല. ദൈവം വസിക്കുന്നത് സ്നേഹമുള്ള ഹൃദയത്തിലാണ്. ഇന്ന് മനുഷ്യൻ വളരെയധികം കണക്റ്റഡ് ആണ്, ഫോൺ വഴി, സോഷ്യൽ മീഡിയ വഴി. പക്ഷേ ഹൃദയങ്ങൾ ഡിസ്കണക്റ്റഡ് ആണ്. ഒരേ വീട്ടിൽ കഴിയുന്നവർ പോലും സംസാരിക്കുന്നില്ല. കുടുംബങ്ങൾ തകരുന്നു. മാതാപിതാക്കൾ ഏകാന്തരാകുന്നു. മക്കൾ ദൈവത്തിൽ നിന്ന് അകലുന്നു. ഇത്തരമൊരു ലോകത്തിൽ ത്രിത്വ തിരുനാൾ നമ്മോട് പറയുന്നത് സ്നേഹത്തിൽ വീണ്ടും ഒന്നാവുക എന്നാണ്. കുടുംബത്തിൽ പ്രാർത്ഥന തിരികെ കൊണ്ടുവരിക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ക്ഷമിക്കുവാൻ പഠിക്കുക,
വഴങ്ങുവാൻ പഠിക്കുക. കാരണം ത്രിത്വം പഠിപ്പിക്കുന്നത് ബന്ധം സംരക്ഷിക്കുക എന്നതാണ് വിശുദ്ധി. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പറയുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു, നമുക്ക് മനുഷ്യനെ നമ്മുടെ രൂപത്തിൽ സൃഷ്ടിക്കാമെന്ന് ദൈവം പറയുന്നത്. ഞാൻ എന്നല്ല, നമുക്ക് എന്ന ഭാഷ. യേശുവിൻ്റെ സ്നാനത്തിൽ പിതാവ് സംസാരിക്കുന്നു, പുത്രൻ ജലത്തിൽ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. മഹത്തായ ആജ്ഞ നൽകുമ്പോൾ യേശു പറഞ്ഞു, സകല ജനതകളെയും ശിഷ്യരാക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം നൽകുക. ക്രൈസ്തവന്റെ മുഴുവൻ ജീവിതവും ത്രിത്വത്തിൻ്റെ ചുറ്റും തന്നെയാണ്. നാം ജനിക്കുമ്പോൾ ത്രിത്വത്തിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്നു. വിവാഹത്തിൽ അനുഗ്രഹം ലഭിക്കുന്നു. അവസാന നിമിഷവും സഭ ത്രിത്വത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഒരു ക്രൈസ്തവന്റെ ജീവിതം ത്രിത്വത്തിൽ ആരംഭിച്ച് ത്രിത്വത്തിൽ അവസാനിക്കുന്ന യാത്രയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മോടൊരു വലിയ ചോദ്യം ചോദിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ ത്രിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു, പുത്രൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ഇരുവരുടെയും സ്നേഹബന്ധമായി നിലകൊള്ളുന്നു. ഇവിടെ മത്സരമില്ല, ഇവിടെ അധികാര വാശിയില്ല, ഇവിടെ സ്വാർത്ഥതയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ചെറിയ കാര്യങ്ങൾക്ക് പോലും നാം വഴക്കുണ്ടാക്കുന്നു, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നു, അഹങ്കാരത്തിൻ്റെ മതിലുകൾ പണിയുന്നു. പരിശുദ്ധ ത്രിത്വം നമ്മെ പഠിപ്പിക്കുന്നത് ഒരുമിച്ച് ജീവിക്കുവാൻ പഠിക്കൂ എന്നാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കുക, മാതാപിതാക്കൾ മക്കളെ വിശ്വാസത്തിൽ വളർത്തുക, മക്കൾ മാതാപിതാക്കളെ ആദരിക്കുക. സഭയിലെ അംഗങ്ങൾ പരസ്പരം കുറ്റം പറയാതെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കാരണം വിഭജനം സാത്താൻ്റെ ഭാഷയാണ്, ഒരുമ ദൈവത്തിൻ്റെ ഭാഷയും. കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും എന്ന ആദ്യ വായനയിലെ ജനതകളുടെ മറുപടി നമ്മയും വെല്ലുവിളിക്കുന്നു. കീഴടങ്ങൽ എന്നത് ഒരു ബലഹീനതയല്ല, അത് വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. യേശു പിതാവിനോട് കീഴടങ്ങി, മറിയം ദൈവഹിതത്തിന് കീഴടങ്ങി, ശിഷ്യന്മാർ സുവിശേഷത്തിനായി ജീവൻ സമർപ്പിച്ചു. ഇന്ന് നാം എന്തിനാണ് കീഴടങ്ങുന്നത്? പാപത്തിനോ, സ്വാർത്ഥതയ്ക്കോ, ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കോ, അല്ലെങ്കിൽ ദൈവഹിതത്തിനോ? ഒരു യഥാർത്ഥ ക്രൈസ്തവൻ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇന്ന് ലോകം വളരെ വേഗത്തിലാണ് ഓടുന്നത്. വീടുകളിൽ വലിയ TV ഉണ്ട്, പക്ഷേ കുടുംബ സംഭാഷണങ്ങളില്ല. ഫോണിൽ നൂറുകണക്കിന് കോണ്ടാക്ട്സ് ഉണ്ട്, പക്ഷേ യഥാർത്ഥ സുഹൃത്തുക്കൾ കുറവാണ്. വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ജ്ഞാനം കുറയുന്നു. സൗകര്യങ്ങളുണ്ട്, പക്ഷേ സമാധാനമില്ല. ഇത്തരമൊരു ലോകത്തിൽ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മോട് പറയുന്നു, സ്നേഹത്തിലേക്ക് മടങ്ങി വരൂ, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരൂ, കുടുംബ സ്നേഹത്തിലേക്ക് മടങ്ങി വരൂ, പരിശുദ്ധ കുർബാനയിലേക്ക് മടങ്ങി വരൂ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരൂ. ത്രിത്വവുമായി കൂട്ടായ്മയില്ലാതെ മനുഷ്യന് യഥാർത്ഥ സമാധാനം ലഭിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ആകാശം നോക്കുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം ഭൂമിയെ തൊടുന്നതുപോലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹവും ഇന്ന് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ. പിതാവായ ദൈവം നമ്മെ കരുതുന്ന കരങ്ങളാകട്ടെ. പുത്രനായ യേശു നമ്മുടെ വഴിയിലെ വെളിച്ചമാകട്ടെ. പരിശുദ്ധാത്മാവ് തളർന്ന ഹൃദയങ്ങളുടെ ആശ്വാസമാകട്ടെ. നമ്മുടെ വീടുകൾ വഴക്കിൻ്റെ സ്ഥലമല്ല, പ്രാർത്ഥനയുടെ സ്ഥലമാകട്ടെ. നമ്മുടെ വാക്കുകൾ മുറിവേൽപ്പിക്കപ്പെടുന്നവയല്ല, ആശ്വാസം നൽകുന്നവയാകട്ടെ. നമ്മുടെ ജീവിതം വെറും പേരിലുള്ള ക്രിസ്തീയതയല്ല, ത്രിത്വത്തിൻ്റെ പ്രതിഫലനമാകട്ടെ. അവസാനമായി നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളെ നിന്റെ മക്കളായി കാത്തു സൂക്ഷിക്കണമേ. പുത്രനായ യേശുവേ, ഞങ്ങളുടെ രക്ഷയുടെ വഴിയിൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ച് സ്നേഹത്തിലും ഒരുമയിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ.
ആമേൻ.